ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വാഴക്ക കറി അല്ലെങ്കിൽ പാൽ വാഴക്ക അല്ലെങ്കിൽ കായ്ക്കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതൊരു ട്രഡീഷണൽ ഡിഷാണ്. ഇതിനു വേണ്ടി 2 കപ്പ് ചെറിയരി പൊതിർത്തി വെച്ചിട്ടുണ്ട്, 2 ഏത്തക്ക ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്, 2 തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദ കൂടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര, ഏലക്ക എന്നിവ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാൽ വാഴക്ക തയ്യാറാക്കി തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബ്ലെൻഡർ എടുത്ത് അതിലേക്ക് നമ്മുടെ അരിയും 3-ാം പാലും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അല്പം ഏലക്ക കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് ആകുന്നവരെ അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാൽ വാഴക്ക തയ്യാറാക്കാൻ ആവശ്യമായ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ബാക്കി വന്ന 3-ാം പാലും 2-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി തിളച്ചു കുറുകുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഏകദേശം അരമണിക്കൂറെങ്കിലും പാൽ വാഴക്ക തയ്യാറാക്കാൻ ആവശ്യമാണ്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും നന്നായി ഇളക്കുക. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ഏത്തക്ക കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഏത്തക്കയിലൊന്നും വേവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഏത്തക്കയില നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തിളച്ചു കുറുകിയിട്ടുണ്ട്. ഏകദേശം ഈ പരുവാകുന്നത് വരെ തിളച്ചു കുറുകണം. ഇപ്പോൾ കുറുകി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്യണം. ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടലപ്പരിപ്പ് കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് തെറിക്കുന്ന പരുവമായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോടുകൂടി പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കാം. പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് ഇത് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ അതിൽ തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. താങ്ക് യു.